ഈ പറയുന്ന ഡോക്ടർ റോയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. അത് 30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് അയാൾക്കൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ ഭാര്യ എവിടെ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്ക് അറിയാം, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല. നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓഫീസ് നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മണ്ട് റോഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു 10. എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായ CJ റോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുപോലെ 10-30 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു നമ്പൂതിരിയുടെ ഭാര്യയെ തട്ടിയെടുത്തതാണെന്നുള്ളൊരു റൂമേഴ്സ് പരക്കുന്നുണ്ട്. അത് മലയാളികൾക്ക് അറിയില്ല, എന്നാൽ കർണാടക ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും ചെക്ക് ചെയ്യാം. ആ ഒരു ന്യൂസും ഞാൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം ഞാൻ പറയാം, വേറൊന്നുമല്ല. ന്യൂസിൽ വന്നിട്ടുള്ളത് വെടിയൊച്ച കേട്ടിട്ടാണ് എല്ലാവരും കൂടി ഓടി വന്നത്, അദ്ദേഹം സ്വയം വെടിവെച്ച് വീണു എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം യൂസ് ചെയ്ത തോക്ക് സൈലൻസർ യൂസ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് സൗണ്ട് പുറത്ത് വരത്തില്ല. സൈലൻസർ യൂസ് ചെയ്ത് വെടിവെച്ച് കഴിഞ്ഞാൽ സൗണ്ട് പുറത്ത് വരത്തില്ല. എനിക്ക് അവിടെ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂസിൽ പറഞ്ഞത് എന്താ, അദ്ദേഹം വെടിവെച്ച കേട്ടാണ് എല്ലാവരും കൂടി ഓടിക്കൂടിയെന്ന്. എന്നാൽ സൈലൻസർ യൂസ് ചെയ്ത തോക്കാണ് വെടിവെക്കാൻ വേണ്ടിയിട്ട് വച്ചത് എന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് അവിടെ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കേസ്, തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാണ്ട് വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അത് വേറൊരു ദുരൂഹത. അങ്ങനെ മൊത്തം ദുരൂഹതകൾ നിറഞ്ഞാണ് ഈ കേസ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത് കൊലപാതകമാണോ അതോ സ്വയം ജീവൻ ഒടുക്കിയതാണോ എന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കുമോ, അതും വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഈ വീഡിയോ കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക. കാരണം കുറെ പേര് വന്നിട്ട് നീ കണ്ടാട തേങ്ങയുടെ കോടയാണെന്ന് വന്ന് തെറിയും വിളിച്ചിട്ട് പോകുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഇരുന്ന് കാണണം, ഈ വീഡിയോ മാക്സിമം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അല്ലാണ്ട് ചുമ്മാ വായി തോന്നി കോതയ്ക്കുമായിട്ട് വിളിച്ച് പറയാൻ നിൽക്കരുത്. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോയ് എന്ന് പറയുന്ന ആള് വെടിവെച്ച് വീണു അല്ലെങ്കിൽ വെടിയേറ്റു വീണു, ഏതാവാം, നമുക്കത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ 3 മാസം കൊണ്ട് CCTV വർക്കിംഗ് ഇല്ലായിരുന്നു. ആ സ്ഥിതിക്ക് അത്രയും വലിയ കഷ്ടത്തിലായിരുന്നു. CCTV പോലും നേരെ ചുവന്നാക്കി വെക്കാൻ പറ്റാത്ത അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു റോയ് സാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അങ്ങനെ പറഞ്ഞതാണ് ഞാൻ, ആ ഉദ്ദേശത്തിലാണ്. CCTV മനഃപൂർവ്വം നന്നാക്കി വയ്ക്കാത്തതാണോ, അങ്ങനെ ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അങ്ങനെ മൊത്തം ദുരൂഹതയിലാണ് ഈ ഒരു കേസ് നിൽക്കുന്നത്. ആദ്യം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ ഞാൻ വേറൊരു കേസും കൂടി സൂചിപ്പിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ നാട്, നമ്മുടെ സ്റ്റേറ്റ് കേരളം, ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടി കട്ടുമുടിച്ച്, ഇപ്പോഴത്തെ ഭരണപക്ഷം കട്ടുമുടിച്ച് ഖജനാവ് ഗാലിയ. ബഡ്ജറ്റ് വന്നപ്പോ ഖജനാവിലൊന്നുമില്ല, കൈയിട്ടെല്ലാം വാരി കൊണ്ടുപോയി. മറ്റേ പുരോഗമനം, മറ്റേ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം ഉണ്ട്. ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. കട്ടപ്പന തേനി തുരങ്കപാത സാധ്യതാ പഠനത്തിന്, അതായത് സാധ്യതാ പഠനത്തിന് 10 കോടി ചെലവായിട്ടുണ്ട്. എന്താണ് ഈ സാധ്യത പഠനം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ സാധ്യതാ പഠനത്തിന് 10 കോടി ചെലവായി. അടുത്ത് തളിപ്പറമ്പിൽ മൃഗശാല 4 കോടി ചെലവായിട്ടുണ്ട്. കോടികളിൽ കുറഞ്ഞൊരു കണക്ക് നമ്മുടെ സർക്കാരിന് ഇല്ല. എന്തായാലും സർക്കാരിന്റെ ഖജനാവ് കാലിയായ സ്ഥിതിക്ക് സർക്കാർ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിലാണല്ലോ ഈ IT റെയ്ഡ് വന്ന് അവിടെ നിന്ന് നഷ്ടപരിഹാരം, ഫൈൻ അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിലാണല്ലോ പോകുന്നത്. ആ പൈസ എല്ലാം കൂടി, ആ ഫണ്ടെല്ലാം കൂടി അങ്ങെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇനി നമ്മുടെ സ്റ്റേറ്റിന് ഷെയറും എല്ലാം കൊടുക്കാന്ന് പറഞ്ഞൊന്നും അറിയില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഖജനാവ് കാലിയാവുന്നു, പെട്ടെന്ന് IT റെയ്ഡ്, വലിയ കൊമ്പന്മാരുടെ നെഞ്ചത്തോട്ട് IT റെയ്ഡ് പോകുന്നു. അതും കേരളത്തിൽ നിന്നാണല്ലോ വണ്ടി പിടിച്ചു പോയത്. അവന്മാർ അങ്ങോട്ട് പോകുന്നു, അവിടെ പോയി അന്വേഷിക്കുന്നു, എങ്ങനെയും കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. ആ ഒരു സെറ്റപ്പിൽ നിന്ന് കറങ്ങുന്നു. ഇനി എങ്ങാണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻ അടിച്ചങ്ങ് വിട്ടുകൊടുക്കും. ഒരു 5000 കോടിയെങ്കിലും കുറഞ്ഞത് ഫൈൻ അടിച്ചങ്ങ് വിട്ടുകൊടുക്കും. ആ സെറ്റപ്പാകുമ്പോൾ അവിടെ കേന്ദ്രത്തിലോട്ട് ഫണ്ടെത്തും. അവിടെ നിന്ന് നേരെ കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവിടത്തെ ഖജനാവ് കുറച്ചങ്ങ് കയറും. 5000 കോടിയിൽ ഒരു 1000 കോടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതിയല്ലേ? പറയാൻ പറ്റൂലടേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരുത്തിനെ നമ്പാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ മറ്റൊരു സത്യാവസ്ഥ. ഇനി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് അവിടെ കൊണ്ടുപോകാണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി?
ഒരു പയ്യൻ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അവിടെ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവരാണ് കേട്ടോ. അവർക്കൊക്കെ ഇതിന്റെയൊക്കെ ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. നമുക്കറിയത്തില്ലല്ലോ തൊട്ടടുത്ത് എവിടെയാണ് ഹോസ്പിറ്റലുള്ളതെന്ന്. CJ റോയ് സാറിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരു സംശയം ഉള്ളതായത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതായത് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിട്ടുള്ള നാരായണ ഹൃദയാലയം കൊണ്ടുവന്നു. തൊട്ടപ്പുറത്തുള്ള HSR ലേഔട്ടിലെ നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാൽ മരണം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്ക് അറിയാം, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല. നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മണ്ട് റോഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. 75% മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. എന്നാൽ ആ ഹോസ്പിറ്റലിലല്ല, ഒരു 9 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ ഹൃദയാലയം എന്ന് പറഞ്ഞ HSR ലേഔട്ടിൽ, അതായത് മെയിൻ റോഡിലല്ല, ലേഔട്ടിനുള്ളിലേക്ക് കയറണം. നാരായണ ഹൃദയാലയുടെ ഒരു മെയിൻ ഹോസ്പിറ്റലുണ്ട്, അതിലേക്കല്ല, ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് ഇടയായത്. അവിടേക്ക് ഏകദേശം 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ആംബുലൻസിന്റെ തന്നെ യാത്രയുടെ ഒരു ഡ്യൂറേഷൻ എടുക്കും. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി മറ്റു ഹോസ്പിറ്റലുകളുണ്ട്. സെന്റ് ഫിലോമിനാസ് ഉണ്ട്, VSH മല്ലയ്യ ഉണ്ട്. സോ എന്താണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും അല്ല കൊണ്ടുപോയിരിക്കുന്നത്. ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. യാത്രയുടെ ഇടയിലാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു, ഓഫീസിൽ വെച്ചിട്ടല്ല. അപ്പൊ ഇത് ആര് സ്ഥിരീകരിച്ചു? എന്താണെന്നുണ്ടെങ്കിലും ഈ സെന്റ് ജോൺസിന്റെ മുന്നിലൂടെ മാത്രമേ നാരായണ ഹൃദയാലയത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ വൈകിയതാണോ അതോ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ മറന്നുപോയതാണോ? ബാംഗ്ലൂരിലെ മലയാളികൾ അഭിപ്രായം പറയുക. നാട്ടിലുള്ളവർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുക പ്ലീസ്. കേട്ടല്ലോ, തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുണ്ട്. എന്തുകൊണ്ട് റോയ് എന്ന് പറയുന്ന വ്യക്തിയെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കൊണ്ടുപോയി? 25 to 30 മിനിറ്റ് ട്രാവൽ ചെയ്ത് അത്രയും ദൂരം കൊണ്ടുപോയി. വലിയൊരു ചോദ്യചിഹ്നമാണ്. അതും അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരാണ് കൊണ്ടുപോയത്. എന്തോന്നടേ ന്യൂസിൽ പറഞ്ഞത് മറ്റേ വെടിവെച്ച തോക്കിന്റെ വെടിവെച്ച കേട്ടാണ് ഓടിപ്പോയതെന്ന്. പക്ഷെ അങ്ങനെയല്ല, സൈലൻസർ വെച്ച തോക്ക, സൗണ്ട് കേൾക്കത്തില്ല. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? സത്യത്തില് എല്ലാരും കൂടി കൊന്ന തക്കതായ രീതിയിൽ അന്വേഷിക്കുക. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. ഒറ്റയ്ക്ക് ഇത്രയും സാമ്രാജ്യം പടുത്തുയർത്തിയെടുത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ചീള് കേസിൽ, അല്ലെങ്കിൽ പോട്ട് ഫൈൻ അടിച്ചാലും എന്ത് തേങ്ങയായാലും കഷ്ടപ്പാടിൽ നിന്നും ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. ഒരു നിമിഷത്തിൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുമ്പോൾ താളം തെറ്റും, ഇല്ലെന്ന് പറയുന്നില്ല, ടെൻഷനാവും, എല്ലാം ഓക്കെ. പക്ഷേ ഇങ്ങനെ ജീവൻ ഒടുക്കി കളയുമോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ജീവൻ ഒടുക്കിയെങ്കിൽ ഒരിക്കലും ചെറിയൊരു കാര്യമായിരിക്കത്തില്ല പുറത്ത് വരാൻ വേണ്ടിയിരിക്കുന്നത്. അത്രയും എന്തോ വലിയ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാവണം. അല്ലാതെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് കാര്യങ്ങളെ പേടിച്ചിട്ട് മാത്രം ജീവൻ ഒടുക്കി കളയാൻ ഒരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ലോല ഹൃദയനാണ് CJ റോയ് സാറെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. എന്തോ ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പയ്യൻ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ ഒന്നും കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, എന്റെ കുഞ്ഞമ്മയുടെ മോന്റെ ഹോസ്പിറ്റൽ അങ്ങോട്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്നല്ല പറയുന്നത്. തൊട്ടടുത്ത് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും എത്തിക്കാനേ ശ്രമിക്കത്തുള്ളൂ, അല്ലെ? അത് ചെയ്തിട്ടില്ല. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാണ് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണോ അതോ എന്താണ്? അതാണ് ഇവിടെ ഇപ്പൊ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. വൻ ദുരൂഹതയാണ് ഈ കേസിൽ. റോയ് സാറിന്റെ മരണം കൊണ്ട് ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. റോയ് സാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതൊക്കെ വ്യക്തികൾക്ക് ഇതിന്റെ ഷെയറും കാര്യങ്ങൾ പോകുന്നുണ്ട്, അതുപോലെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്, ഇതെല്ലാം അന്വേഷിക്കണം. തക്കതായ ദുരൂഹത ഈ കേസിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കിയെങ്കിൽ എന്തോ വലിയൊരു സംഭവം പൊട്ടാനിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞാൽ തന്റെ കരിയറും തന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇമേജ് അടക്കം തകർന്ന് തരിപ്പണമാകും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ഒരു പക്ഷെ ഉണ്ടാവും. അങ്ങനത്തെ എന്തോ വലിയ അമിട്ട് സാധനമായിരിക്കും. ഇനി ഞാൻ ಮತ್ತೊಂದು സംഭവം കൊടുക്കാം. ಅದಾയത് ಡಾಕ್ಟರ್ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ಕೇಟ್ಟು നോക്കാം. ಎದೆಯ ಎಡಭಾಗಕ್ಕೆ ಹೃದಯ ಸೀಳ್ಕೊಂಡು ಶ್ವಾಸಕೋಶ ಸೀಳ್ಕೊಂಡು ಎದೆಯ ಹಿಂದಿನ ಭಾಗದವರೆಗೂ ಹೋಗಿದೆ. ಸೊ ಆಲ್ಮೋಸ್ಟ್ ಥ್ರೂ ಆ್ಯಂಡ್ ಥ್ರೂ ಎಕ್ಸಿಟ್ ವೂಂಡ್ ಒಂದು ಇಲ್ಲ. ಸೊ ಇನ್ಸ್ಟಂಟೇನಿಯಸ್ ಕೊಲಾಪ್ಸ್ ಆಗಿ ಮೃತ ಹೊಂದಿರ್ತಾರೆ ಅಂತ ನಮ್ಮ ಅಭಿಪ್ರಾಯ. ಒಂದು ಫಾರ್ಮಲ್ ರಿಪೋರ್ಟ್ಗೋಸ್ಕರ ವೇಟ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ബുള്ളറ്റ് സിംഗിൾ ബുള്ളറ്റ് ദൊരക്കിದ್ದು അದ್ರ സൈസ് 6.35 mm ಅಂತ ಹೇಳಿದ್ದಾರೆ. ഓക്കെ, ഒറ്റ ബുള്ളറ്റ് തന്നെയാണ് കയറിയിട്ടുള്ളത്. അത് പറയുന്നുണ്ട് അദ്ദേഹം. എന്തായാലും ഇതിൽ ദുരൂഹതയുണ്ട്.
വെറുതെ എന്തോ ആപ്പ് ഇപ്പൊ കേസൊന്നുമല്ല. പ്രത്യേകിച്ച് മീഡിയക്കാർ ആദ്യം പുറത്തു വിട്ടത് സൗണ്ട് കേട്ട് ഒച്ച കേട്ടിട്ട് ഓടി വന്നെന്നാണ് പറഞ്ഞത്. അതല്ല, സൈലൻസർ വെച്ചിട്ട് വെച്ച തോക്കാണ്. അവിടെ തന്നെ ദുരൂഹത നമ്പർ 1. ഇനി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ താണ്ടി കൊണ്ടുപോയി, അത് ദുരൂഹത നമ്പർ 2. ഇങ്ങനെ കുറെ ദുരൂഹതകളുണ്ട്. പിന്നെ വേറൊരു രീതിയിൽ ഇപ്പൊ പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരാളുടെ ഭാര്യയെ 10-30 വർഷം മുന്നേ തട്ടിയെടുത്ത് അയാൾ ഇതേ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതുപോലെ ഇപ്പം റോയ് എന്ന് പറയുന്ന വ്യക്തിയും അതേ ഒരു ദുരൂഹത സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്വയമേ തീരുന്നു എന്നുള്ളൊരു കാര്യവും കൂടിയൊക്കെയാണ് ഒരു കർമ്മ സെറ്റപ്പിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് വരാം. ഇനി റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ, CJ റോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ സംസാരിക്കും. നമുക്കൊന്ന് കേട്ടുനോക്കാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞ. ഓക്കെ, സമ്മർദ്ദം മൂലം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ വയ്ക്കാം. നേരത്തെ ചോദിച്ച കാര്യം തന്നെയാണ്. ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം കാരണം ആർക്കെങ്കിലും ഒക്കെ ഉപകാരമുണ്ടോ? അങ്ങനത്തെ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതെന്തോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ തോന്നി. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ആ സ്ഥാനത്തിൽ വരാനും അതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരങ്ങൾ ഉണ്ടാകുമോ? നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ടാക്സ് വെട്ടിപ്പിന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിന്റെ ഖജനാവ് കുറെ കൂടി ഒന്ന് ഉയർന്നേനെ. അതിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ ഖജനാവിലോട്ട് കുറച്ചിട്ട് കൊടുത്തിരുന്ന നക്കാപ്പച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നിറഞ്ഞേനെ. ഇവിടെ കാലിയാക്കി വെച്ച് കൈയിട്ട് വാരി അത് നിറയ്ക്കാൻ പറ്റിയാണ്. മൊത്തത്തിൽ ദുരൂഹതയാണ്, മൊത്തത്തിൽ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. ഇനി റോയ് സാറിന്റെ സഹോദരൻ പറയുന്ന ഫുൾ ഇതൊന്ന് കേൾപ്പിച്ചുതരാം, നിങ്ങളൊന്ന് കേട്ടോ. CJ റോയുടെ സഹോദരൻ ശ്രീ ബാബു ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ബാബു, ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലാണ് അങ്ങയുടെ പ്രതികരണം ഇപ്പോൾ ആരായുന്നത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ മരണം, അതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്? എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവർ വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി തിരിച്ചു വന്നു. മിസ്റ്റർ കൃഷ്ണ പ്രസാദ് ആൻഡ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവർ എന്ത് ട്രബിൾ ചെയ്തൊന്നും എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം, ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന്. ശ്രീ ബാബുറായ്, ഇതിലേക്ക് പോകാനായിട്ട് ശ്രീ ബാബുറായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡിസംബറിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ പറഞ്ഞിരുന്നു, ഇൻകം ടാക്സിന്റെ ട്രബിൾ ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ഞാൻ ആക്ച്വലി പൂക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ്. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത്, ഈ ഇൻകം ടാക്സുകാർ എപ്പോൾ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാണ് വരുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുന്നു ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി എനിക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു 3-4 സൈഡ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കാമിംഗ് ഇൻ ഡൗൺ. പക്ഷേ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ കടലാസുകളും രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he was given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100%. ഹാസ് എ വെരി ഗുഡ് ബാങ്ക് ബാലൻസ്. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നുമല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് എനിക്ക് ഏകദേശം അറിയാമോ? ഈ റെയ്ഡ് ഡിസംബർ 3-ാം തീയതി വന്നു. 6-ാം തീയതി അവർ പോയി. പിന്നെ റോയ് ദുബായിലായിരുന്ന സമയത്ത് പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഈ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവർ കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. 28, ഇന്നലെ 29, ഇന്ന് 30. ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇത് ഒരു ഐ ഡോണ്ട് നോ, സോറി. ഈ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കളുണ്ടായിരുന്നോ? അല്ല, പുള്ളിയുടെ വീട് ദുബായ് ആയതുകൊണ്ട് പുള്ളിയുടെ ഓഫീസിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഈ കൃഷ്ണ പ്രസാദ് ടീം, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. ഈ ഓഫീസിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിടാൻ പറ്റിയില്ല. ഇതുവരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മരിച്ചതിന് ശേഷം എല്ലാവരും കമ്മ്യൂണിക്കേഷനിലുണ്ട്. എന്റെ ഒരു സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റിവോൾവർ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ലൈസൻസ് റിവോൾവർ ആയിരുന്നു. അത് പിസ്റ്റൽ ആയിരുന്നു. ഏതായാലും ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ സമയത്ത് അങ്ങ് പ്രതികരിച്ചതിന് വലിയ കാര്യം. വളരെ നന്ദി ശ്രീ ബാബുറായ്. പ്രതികരിച്ചതിന് സഹോദരന്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട പ്രകാരമൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 3-നാണ് ആദ്യ റെയ്ഡ് നടന്നത്. അത് ഡിസംബർ 6 വരെ നീണ്ടു. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയി. പിന്നീട് 28-ാം തീയതി വീണ്ടും തീയതി നൽകിയായിരുന്നു. അതിനനുസരിച്ച് അവർ പറഞ്ഞ സമയത്തിനനുസരിച്ചാണ് ദുബായിൽ നിന്നും അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. പല തവണയായ സഹോദരനോട് ഈ റെയ്ഡ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന റെയ്ഡാണ് എന്ന് പറഞ്ഞിരുന്നതായി കൂടിയാണ് ഇപ്പോൾ മൂത്ത സഹോദരനായ ബാബുറായ് നമ്മളോട്. ഓക്കെ, ഇവിടെ CJ റോയ് സാറ്
സഹോദരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യൻ അറിയിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഒരു ഇൻകം ടാക്സ് റെയ്ഡിനായിട്ട് അവർ വരുന്ന സമയത്ത് ഫോണ് അല്ലെങ്കിൽ ദേഹത്ത് മറ്റെന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ വാങ്ങി വെക്കും. അതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കാനോ മറ്റുള്ള റൂമിൽ പോയി ഇരിക്കാനോ അങ്ങനെ ഒന്നും സമ്മതിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ സ്ഥിതിക്ക് അപ്പുറത്ത് അമ്മയെ കാണണം, അമ്മയെ കണ്ട് സംസാരിക്കണം, അമ്മേൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയെന്നും അപ്പുറത്ത് പോയിട്ട് തോക്കെടുത്ത് വെച്ച് സ്വയം തീർന്നെന്നും ക്വസ്റ്റ്യൻ മാർക്ക്. വളരെയധികം ദുരൂഹത. അതുപോലെ തന്നെ സാറന്മാരാണ് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. കൊണ്ടുപോയ സാറന്മാർ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത് 9 കിലോമീറ്റർ താണ്ടി എന്തിനു പോയി അത് ചോദിച്ചില്ല. ഈ വന്ന സാറന്മാരെല്ലാം കൂടി തീർത്തതാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യം, അങ്ങനത്തെ ഒരു സംശയത്തിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യം പൊക്കോണ്ടിരിക്കുന്നത്. നല്ല ദുരൂഹതയുണ്ട്. ഇനി I2I ന്യൂസിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കേട്ടോക്കെ. എനിക്ക് വാലിഡ് ആയിട്ട് തോന്നി കേട്ടോ. ജീവിതത്തിലെ തന്റെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വെട്ടിപ്പിടിച്ച റോയി ആദായനികുതി വകുപ്പിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമോ? ഒരിക്കലുമില്ല. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല കൈയടക്കമുള്ള ബോധ്യമുള്ള ആളായിരുന്നു CJ റോയി. ദക്ഷിണേന്ത്യയിലെ ഏതൊരു മുഖ്യമന്ത്രിയെയും ഏതൊരു ഉന്നത ഉദ്യോഗസ്ഥനെയും നേരിട്ട് വിളിക്കുവാൻ തക്ക ക്ലോസ് കോൺടാക്ട് ഉള്ള ആളായിരുന്നു CJ റോയി. ഞാൻ നേരിട്ട് കണ്ട ഒരു ഉദാഹരണം പറയാം. ഞാൻ CJ റോയിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നും ഇന്ന് ഇടതുപക്ഷ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഒരാൾ റോയിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ചാനലിന്റെ ഹെഡ് എന്റെ പേരുള്ള ഒരാൾ അല്പസമയത്തിനുള്ളിൽ ആ മുറിയിലെത്തുമെന്നും കേന്ദ്രസന്ധ്യയുടെ മുഖ്യ സ്പോൺസറായി ഒരു 25 ലക്ഷം രൂപ കൊടുത്തുവിടണമെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ ഇറങ്ങിയ പാടെ ഇദ്ദേഹം സൂചിപ്പിച്ച ആൾ റോയിയുടെ മുറിയിലേക്ക് കയറി വരുന്നതും ഞാൻ നേരിൽ കണ്ടതാണ്. അപ്രകാരം പണം കൊടുക്കുകയും ചെയ്തു. ഏതാണ്ട് 14 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെ എല്ലാവർക്കും വാരിക്കോരി കൈയച്ചു കൊടുത്തയാളാണ് CJ റോയി. ഇനി ആദായനികുതി റെയ്ഡിൽ ഇപ്പോൾ ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന് തന്നെ വെക്കുക. അതുകൊണ്ട് തലപോകുമോ? ഇല്ല എന്ന് നന്നായി അറിയാവുന്ന ആളാണ് CJ റോയി. ഇനി ടാക്സ് വെട്ടിച്ച് കോടികൾ പിഴ ചുമത്തി എന്നിരിക്കട്ടെ, റോയ്ക്ക് കടമില്ല, ലോണുകളില്ല, മറ്റു ബാധ്യതകളില്ല, റോയ്ക്ക് പിഴയടച്ച് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് നടപടികൾക്ക് അവകാശം നേടി അപേക്ഷ നൽകുകയോ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയോ ചെയ്യാം. അതുമല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടുകെട്ടും. പിഴ കൊടുക്കിയില്ല എങ്കിൽ അതിന് തുല്യമായ പ്രോപ്പർട്ടി ചിലപ്പോൾ അറ്റാച്ച് ചെയ്യും. ഇതിൽ കൂടുതൽ വലുതും സംഭവിക്കുമോ? ഒന്നും ഉണ്ടാകില്ല. ഇതൊക്കെ സംഭവിച്ചാലും റോയിയുടെ ഒരു രോമം കൊഴിയുന്നത് പോലെ ഉണ്ടാവും. പിന്നെ എന്തിന് റോയി പേടിക്കണം, ആത്മഹത്യ ചെയ്യണം? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് റോയി ആത്മഹത്യ ചെയ്യില്ല എന്ന്. തന്റെ കപ്പാസിറ്റി മറ്റേക്കാളും നന്നായി അറിയാവുന്ന റോയി ആത്മഹത്യ ചെയ്യില്ല. റോയിയെ ഇല്ലാതാക്കിയതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആര്, എന്തിന്? അത് കണ്ടുപിടിക്കുവാൻ ഷെർലക് ഹോംസിന്റെ ബുദ്ധിയൊന്നും വേണ്ട. ഇതൊരു അസ്വാഭാവിക മരണം അല്ലെങ്കിൽ കൊലപാതകം എന്ന് ഉറപ്പിക്കുവാൻ സാധാരണ റെയ്ഡിന് മുന്നോടിയായി ദേഹപരിശോധന നടത്തി ഫോണോ മറ്റോ ആയുധങ്ങളോ മറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് അവർ പിടിച്ചെടുത്ത് മാറ്റിവെക്കും. CJ റോയിയുടെ കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ബംഗളൂരുവിൽ തന്നെ ആയിരുന്നിട്ടും കർണാടകയിലെ ആദായനികുതി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചി യൂണിറ്റ് അമിതാവേശം കാണിച്ച് പരിശോധനയും റെയ്ഡും പല ദിവസങ്ങളിലായി റോയിയുടെ വസതിയിലും സ്ഥാപനങ്ങളിലും നടത്തിയത് എന്തിനാണ്? അത് ആര് പറഞ്ഞിട്ടാണ്? എന്ത് കണ്ടെടുക്കുവാനാണ് അവർ തിടുക്കം കാണിച്ചത്? അവർ ഭയപ്പെട്ടത് എന്താണ്? കൊച്ചി യൂണിറ്റിന്റെ അമിതാവേശം എന്തിനായിരുന്നു? റോയി വഴിയേറ്റ് മരിച്ചു എന്നറിഞ്ഞിട്ടും ഈ ആദായനികുതി ഉദ്യോഗസ്ഥർ ചില ഡോക്യുമെന്റുകൾക്കായി അവിടെ പരക്കം പാഞ്ഞു നടക്കുകയും അവർ അത് കണ്ടെത്തുകയും കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വിവരം. എന്തായിരുന്നു ആ ഡോക്യുമെന്റുകൾ? അവർ എങ്ങോട്ട് കൊണ്ടുപോയി, ആർക്ക് വേണ്ടി കൊണ്ടുപോയി? ആദായനികുതി ഉദ്യോഗസ്ഥർ ഇതുവരെ അത് വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിനെതിരെ കുടുംബാംഗങ്ങൾ പരസ്യമായി പരാതി പറഞ്ഞിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു ഔദ്യോഗിക വിശദീകരണം ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പ് നൽകിയിട്ടില്ല. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരന്മാരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ബിനാമി ചിട്ടി മുതലാളി അവിടെ കിടന്ന് വിലകുന്നുണ്ടായിരുന്നു. അയാൾ മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുവാൻ ശ്രമിച്ചത് റോയി ഒരു വലിയ അഭിമാനിയായിരുന്നു, ഇത് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ജീവനെടുത്തിയതാണ് എന്നൊക്കെയാണ്. ഈ കഥ പറയുവാൻ ആരാണ് ഇയാളെ ബംഗളൂരുവിൽ കെട്ടിയിറക്കിയത്? അതുപോലെ വെടിവെച്ച കെട്ടാണ് ജീവനക്കാർ ഓടിച്ചത് എന്ന മാധ്യമ വാർത്തകൾ പച്ചക്കള്ളമാണ്. കാരണം റോയിയുടെ ജർമ്മൻ നിർമ്മിത പിസ്റ്റൾ സൈലൻസർ ഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വെടിശബ്ദം പുറത്തേക്ക് കേൾക്കില്ല, വെടിശബ്ദം പുറത്തേക്ക് വന്നിട്ടില്ല. അതാണ് ആദ്യം മുതലേ ഞാൻ പറഞ്ഞ ഡൗട്ട്. വെടിയൊച്ച കേട്ടില്ല, പക്ഷേ വെടിയൊച്ച കേട്ടിട്ടാണ് അവന്മാർ ഓടിക്കയറിയെന്ന് പറയുന്നുണ്ട്. സൈലൻസർ വെച്ചിട്ടാണ് അടിച്ചത്. എന്തോ ദുരൂഹതയുണ്ട്. സ്വയം ജീവനൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം നെഞ്ചിൽ വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നെറ്റിയിലേ വയ്ക്കത്തുള്ളൂ. ഇനി അങ്ങനെ വച്ചാൽ കൂടി സൈലൻസറൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പിലായിരിക്കും, അതും ഡൗട്ടാ. നല്ല ദുരൂഹതയുണ്ട്. 9 കിലോമീറ്റർ താണ്ടി സാറന്മാർ എന്തിനാണ് CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയത് തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട്? ദുരൂഹത നീണ്ടു നിവർന്നു പോവുകയാണ്. ഈ കേസ് തക്കതായ രീതിയിൽ അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മുടെ IT ആൾക്കാർ വന്നിട്ട് കിടന്ന് തപ്പിയത് ഏത് പേപ്പറാണ് റോയ് സാറ് മരിച്ചതിന് ശേഷം അവിടെ കിടന്ന് തപ്പി എടുത്തോണ്ട് പോയത്? എങ്ങോട്ടാണ് ആ പേപ്പർ കൊണ്ടുപോയത്? അങ്ങനെ കുറേയധികം ദുരൂഹതകൾ ഇതിൻ്റെ ഇടയിൽ മുങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യം ഡിസംബർ 3 എങ്ങാണ്ട് റൈഡ് നടത്തി, വീണ്ടും അടുത്ത ഡേറ്റ് കൊടുക്കുന്നു. എന്തിനാണ് സംഭവം? ഏത് പേപ്പറാണ് നിങ്ങൾ തപ്പിയത്? നല്ല ദുരൂഹത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഈ റോയ് സാറ് സ്വയം ജീവനെ എടുക്കിയതാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു,
വെറും ഒരു IT റെയ്ഡിനെയൊക്കെ പേടിച്ചിട്ട് സ്വയം ജീവനൊടുക്കി തീരാൻ മാത്രം ഒരു 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 മനക്കട്ടിയില്ലാത്ത വ്യക്തിയാണ് റോയ് എന്ന് പറയുന്ന ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എനിക്കതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറും ഒരു IT റെയ്ഡിനെ പേടിച്ചിട്ട്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഫുള്ള് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകണം, അല്ലെങ്കിൽ എന്തോ വലിയൊരു തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ട്, അതിനെ തുടർന്നിട്ട് അതിന് പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്താഗതിയാവണം. അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ ആ ഒരു തെറ്റ് പുറത്ത് വരണമായിരുന്നു. അതും വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ടാക്സ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അതൊക്കെ പരിപാടി എല്ലാവരിലും കാണും. വലിയ വലിയ പണക്കാരെല്ലാവരിലും ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അത് ആ ഒരൊറ്റ റീസൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ദുരൂഹതയാണ്. നമുക്ക് ബാക്കി ന്യൂസ് കേട്ട് നോക്കാം. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരണത്തിന് മുമ്പായി അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു പോയ റോയി തന്റെ ഓഫീസ് മുറിയിൽ കയറി വാതിലടച്ചെന്നും പിന്നീട് താൻ പുറത്തിറങ്ങിയെന്നും 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ആരെയും മുറിയിലേക്ക് കടത്തി വിടരുതെന്ന് സെക്യൂരിറ്റി പറഞ്ഞു തന്നെ തടഞ്ഞെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിനോട് പറഞ്ഞു അത്രേ. അത് ഏതാണ്ട് 3 മണിയോടെ ആയിരുന്നു പോലും. പിന്നീട് കടലിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വന്നപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറിയപ്പോൾ കസേരയിൽ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന റോയിയെ കണ്ടുവെന്നും പൾസില്ലായിരുന്നുവെന്നും എന്നിട്ടും നാരായണ ഹൃദയാലയത്തിൽ എത്തിച്ചെന്നും അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു എന്നുമാണ് മൊഴി. റോയിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ആരാണെന്നും കൃത്യമായി പരിശോധിക്കണം. ക്ലോസ് റേഞ്ചിൽ നിന്നും വെടിയേറ്റ് ഹൃദയത്തിന്റെ ചേമ്പറും ശ്വാസകോശവും തുളച്ചാണ് ബുള്ളറ്റ് കയറിയതെന്നാണ് റിപ്പോർട്ട്. ലോകോത്തര നിലവാരത്തിലുള്ള റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ CCTV ഉണ്ടായിരുന്നില്ലേ? ആ ദൃശ്യങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം ആരും മിണ്ടുന്നില്ല എന്നും കാണുന്നില്ല എന്നത് തന്നെ ദുരൂഹമാണ്. മരണം നടക്കുന്ന സമയത്ത് MD TA ജോസഫും സെക്യൂരിറ്റി സ്റ്റാഫുകളുമാണ് അവസാനമായി അടുത്തുണ്ടായിരുന്നത് എന്ന് വ്യക്തം. എവിടെ CCTV ദൃശ്യങ്ങൾ? ദൃക്സാക്ഷികളില്ല പോലും. എന്നാൽ CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? റോയി അടുത്തറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം. റോയി ലൈസൻസ് പിസ്റ്റൾ കൊണ്ട് നടക്കുന്നത് ആത്മഹത്യ ചെയ്യുവാനായിരുന്നില്ല. തന്റെ മുന്നിൽ വരുന്ന പ്രതിബന്ധം എന്തായാലും അത് ആരായാലും പൊട്ടിക്കുവാൻ ഇല്ലാതാക്കുവാൻ പ്രാപ്തിയുള്ള മനക്കത്തുള്ള ആളായിരുന്നു CJ റോയി. റോയിയുടെ കഴിഞ്ഞ 37 വർഷത്തെ ചരിത്രം അറിയാവുന്നവർക്ക് അത് നന്നായി അറിയാം. ഇവിടെ റോയിയെ ഇല്ലാതാക്കിയതാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സകലമായ ആൾക്കാരെയും ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആരൊക്കെ എന്നുള്ള കാര്യം തൂക്കിയാൽ മതി. അവന്മാർ ആദ്യം തൂക്കണം. അവന്മാരെ തൂക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുഖ്യ സംഭവം പുറത്തു വരും. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാണ്ട് 9 കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് പോയതിന്റെ ഉദ്ദേശം പിടികിട്ടുന്നില്ല. അത് തന്നെയാണ് നമ്പർ 1 ദുരൂഹത. പിന്നെ ഈ തോക്ക് സൗണ്ട് ഇല്ലാതെ അടിച്ചിട്ട് സൗണ്ട് കേട്ട് ഓടിച്ചെന്നായിരുന്നു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് മറ്റൊരു ദുരൂഹത. അതുകൊണ്ട് മൊത്തത്തിൽ ഈ കേസ് ദുരൂഹതയുടെ ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. റോയ് സാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി റോയ് സാറിന്റെ 30 വർഷത്തിന് മുന്നുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു നമ്പൂതിരിയോടൊപ്പം നിന്ന സമയത്ത് ആ നമ്പൂതിരിയുടെ ഭാര്യ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിൽ ഡാനി സത്യനാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പറയുന്ന ഡോക്ടർ റോയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. അത് 30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് അയാൾക്കൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ ഭാര്യ എവിടെ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ ആദ്യ ഭാര്യ ഒരു KK നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ വൈഫായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെയാണ്, ഇദ്ദേഹം മരിച്ച പോലെയാണ് അദ്ദേഹവും മരിക്കുകയും ചെയ്തത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു അദ്ദേഹം മരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ. അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു ഇദ്ദേഹം നിൽക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇദ്ദേഹം തട്ടിയെടുത്തു. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് സത്യത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് ബാംഗ്ലൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മലയാളികൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. അന്ന് അദ്ദേഹത്തിന്റെ, അതായത് ഈ നമ്പൂതിരിയുടെ വൈഫിനെ തട്ടിയെടുത്തു. ഈ നമ്പൂതിരിയുടെ വൈഫിനെ തട്ടിയെടുത്തതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അന്ന് ഈ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫ് ആയിട്ട് റിലേഷനായി. ഈ ബാംഗ്ലൂരിലുള്ള കുറെ സ്വത്തും കാര്യങ്ങളൊക്കെ അവരെയാണെന്നാണ് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റേ അയാൾ ജീവൻ വെടിയും കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ കഴിഞ്ഞ വീഡിയോ പറയാതെ പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചിലപ്പോൾ കർമ്മഫലമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇപ്പൊ അനുഭവിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യ ഭാര്യ, ഈ ബാംഗ്ലൂരിലുള്ള മിക്ക വസ്തുവും കാര്യങ്ങളൊക്കെ ആദ്യ ഭാര്യയുടെ എന്നുള്ള സംസാരമുണ്ട്. അതും വേറൊരാളാണ്, KK നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ഇപ്പൊ എല്ലാരും പറയുന്നത് KT നമ്പൂതിരി, അതൊന്നുമല്ല. ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വൈഫിനെ തട്ടി എടുത്തു എന്നുള്ളൊരു സംസാരമാണ് ആ ഏരിയ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നതും. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഇതിനെ കുറിച്ചൊരു പിണ്ണാക്കും അറിയാത്തത്. ഇവൻ പറയുന്ന മറ്റേ KK നമ്പൂതിരിന് മറ്റേ പല്ലിലിടുന്ന പൊടിയെല്ലാം തന്നെ എന്തൊരു ദൈവത്തിനറിയോ എന്തൊക്കെ പറയുന്നുണ്ട് കാര്യത്തിൽ. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡാനിയുടെ കയ്യിലുണ്ടായിരിക്കും. പുറത്തു വിടുമ്പോൾ നമുക്ക് നോക്കാം. അല്ലാത്ത പക്ഷെ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇതിന്റെ അത്യാവസാനം തന്നെ പറയട്ടെ. എന്തോ പഴയ ചരിത്രമൊക്കെയാണ് പറയുന്നത്. ആ KK നമ്പൂതിരി ഏതോ നമ്പൂതിരിയുടെ ഒക്കെ ഭാര്യ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരണം. അതൊക്കെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് മൊത്തം ഇതിനെ പറ്റിയിട്ട് അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഡാനിയെ വിളിച്ച് സംസാരിച്ച സമയത്തും അവൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ അവന്റെ കയ്യിലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാം തുറന്നു പറയാതെ കുറെയൊക്കെ പറയുന്നത്. എന്തായാലും നോക്കാം, വരും ദിവസങ്ങളിൽ ഡാനി ഇതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ തരുകയാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം.
ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം പഴയ ഒരു ചരിത്രത്തിലോട്ട് പോകുന്നതിനേക്കാളും എനിക്കിവിടെ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ദുരൂഹതയൊന്നും അല്ല, ചെറിയ ആപ്പൂപ്പ ദുരൂഹതയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ കുറെ പേര് തന്നെ തെറി വിളിക്കും, നിനക്ക് എന്താ ബുദ്ധിയില്ല, ബോധമില്ല, ഓരോല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ കഴമ്പ് തോന്നുന്നില്ലേ? എന്റെ ഡൗട്ടുകളാണ് ഞാൻ ചോദിച്ചത്. ഈ തോക്ക് സൗണ്ട് ഇല്ലാതെ സൈലൻസർ വെച്ച് അടിച്ചിട്ട് സൗണ്ട് കേട്ട് ഓടിച്ചെന്നു പറയുന്നുണ്ട്. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാതെ എന്തിന് ഇത്രയും കിലോമീറ്റർ താണ്ടി കൊണ്ടുപോയി? ഇനി ഒരു പക്ഷേ സ്വയമേ ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ജീവൻ ഒടുക്കിയെങ്കിൽ ഈ വെറും ഒരു IT റൈഡിനെ പേടിച്ചിട്ടാവണമെന്നില്ല, അതിന്റെ ചാൻസ് ഒന്നും അല്ല. മറ്റെന്തോ വലിയ എന്തോ സംഭവം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ ഇത്രയും വലിയൊരു ബിസിനസ് മാൻ പോട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ കയറി വന്നൊരു വ്യക്തി, എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ ദുരൂഹത ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.